വെൽക്കം ടു എജുപാത്ത്. CDPO എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പരിശീലനം നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ ഇൻ്റലിജൻസിൻ്റെ 2-3 തിയറീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബാക്കി പോർഷൻസും കൂടെ നോക്കാം. ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള തിയറീസിൽ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ലൂയിസ് തേഴ്സ്റ്റൻ്റെ പ്രൈമറി മെൻ്റൽ എബിലിറ്റിയാണ്. പ്രൈമറി മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു തിയറിക്കകത്ത് ഇൻ്റലിജൻസിൽ 7 മേജർ എബിലിറ്റീസ് അല്ലെങ്കിൽ 7 മേജർ ഫാക്ടേഴ്സാണ് ഉള്ളത് എന്ന രീതിയിലാണ് തേഴ്സ്റ്റൻ അഭിപ്രായപ്പെട്ടത്. എന്നിട്ട് ഈ ഓരോ ഫാക്ടേഴ്സും ആർ റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ് എന്നുകൂടി നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ യൂണിഫാക്ടറും 2 ഫാക്ടറും ഒക്കെ പറഞ്ഞപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമിൽ ഒരു ജനറൽ ഫാക്ടർ ഉണ്ടോയെന്നും ഒരു സ്പെഷ്യൽ ഫാക്ടർ ഉണ്ടോയെന്നും മാത്രം പറഞ്ഞു പോയൊരു തിയറിയാണ്. ഇനി ഇങ്ങോട്ട് വരുന്ന തിയറീസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ കുറച്ചും കൂടി ആളുകൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെയായിരിക്കും ഇൻ്റലിജൻസ് വരുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ട് അതിനെക്കുറിച്ച് അവരുടെ എക്സ്പ്ലനേഷൻസ് ആണ് ഇനി വരുന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇനി വരുന്ന തിയറീസൊക്കെ. ഓക്കെ, അപ്പോൾ അതിലൊരെണ്ണം തന്നെയാണ് ലൂയിസ് തേഴ്സ്റ്റൻ്റെ തിയറി. പക്ഷേ ഈ തിയറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തിയറി അങ്ങനെ പരക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു തിയറി അല്ല ഇന്ന്. ഓക്കെ, അപ്പോൾ ഇത് 1938 തേഴ്സ്റ്റൻ ഒരു ഡാറ്റ അനലൈസ് ചെയ്യുകയും ഒരു മെൻ്റൽ എബിലിറ്റീസിനെ, അതായത് 56 ഡിഫറെൻറ്റ് ടെസ്റ്റ് ഓഫ് മെൻ്റൽ എബിലിറ്റീസ് ലൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റ അനലൈസ് ചെയ്യുകയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജനറൽ ഫാക്ടർ ഓഫ് ഇൻ്റലിജൻസ് ഒരു പരിധി വരെ നമുക്കത് പറയാം, അത് അത്ര അൺഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് പോസിബിളി എപ്പി ഫിനോമിനൽ ആണ് എന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഈ ഫാക്ടേഴ്സിനെ അദ്ദേഹം സജസ്റ്റ് ചെയ്തു. അതായത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ദർ ആർ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണ് ഉള്ളത് എന്ന രീതിയിൽ അദ്ദേഹം സജസ്റ്റ് ചെയ്തു. ആ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസിൽ ഒന്നാമത്തെയാണ് വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വെർബൽ മെറ്റീരിയൽ. ഇപ്പം നമ്മൾ വായിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതാവട്ടെ, ആ വെർബൽ മെറ്റീരിയലിനെ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ള നമ്മുടെ സ്കില്ല്, അതാണ് വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇൻ്റലിജൻസിൻ്റെ ആദ്യത്തെ പ്രൈമറി മെൻ്റൽ എബിലിറ്റി ആയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻ്റലിജൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുള്ള രണ്ടാമത്തെ ഒരു മെൻ്റൽ എബിലിറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് വേർഡ് ഫ്ലുവൻസിയാണ്. വേർഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതായത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വാക്കുകൾ എൻ്റെ ആവശ്യത്തിന് എന്താണോ ഞാൻ പറയേണ്ടത് അതിനനുസരിച്ച് വാക്കുകൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരണം, അല്ലേ? അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്ന ഒരാൾക്ക്, ഒരു ടീച്ചർക്ക് കാര്യങ്ങൾ പറയുമ്പം അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ഇറങ്ങി വരണം. അപ്പോൾ അവർക്ക് വേർഡ് ഫ്ലുവൻസി ഉണ്ട് എന്ന് പറയാം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ അത് ഇൻ്റലിജൻസ്, കൈൻഡ്സ് ഓഫ് ഇൻ്റലിജൻസ് എന്നല്ല, അത് ഇൻ്റലിജൻസിൻ്റെ ഒരു സ്കില്ലാണ്, ഇൻ്റലിജൻസിനെ കാണിക്കുന്ന ഒരു സ്കില്ലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ വേർഡ് ഫ്ലുവൻസി എന്നാൽ അത് മാത്രമല്ല ഇൻ്റലിജൻസ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൺസിസ്റ്റ് ചെയ്യുന്നത് 7 മേജർ എബിലിറ്റീസ് ആണ്. അപ്പം അതിൽ രണ്ടാമത്തെ എബിലിറ്റി ആയിട്ട് നമ്മളോട് പറയുന്ന കാര്യമാണ് വേർഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് ന്യൂമറിക്കൽ എബിലിറ്റി. അത് റാപ്പിഡ് അരിത്തമെറ്റിക് കമ്പ്യൂട്ടേഷനാണ്. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്പേഴ്സിനെ അല്ലെങ്കിൽ ന്യൂമറൽസിനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള സ്കില്ല്, അതാണ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നതുകൊണ്ട് പറയുന്നത്. ഇനി 4th വൺ നമ്മളോട് പറയുന്നത് പെർസെപ്ച്വൽ സ്പീഡാണ്. പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു സീ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് എമംഗ് ഒബ്ജക്ട്സ്, അതാണ് പെർസെപ്ച്വൽ സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളോട് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് റീസണിങ് ആണ്. റീസണിങ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ലോജിക്ക് അനുസരിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റീസണിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് പറയാം. ഒന്ന് ഇൻഡക്റ്റീവ് റീസണിങ്ങും രണ്ടാമത്തത് ഡിഡക്റ്റീവ് റീസണിങ്ങും ആണ് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയ കാര്യങ്ങളിൽ നിന്ന് ജനറലായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുക, അങ്ങനെ നമ്മൾ റീസൺ ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിനെ അപഗ്രഥിക്കുകയാണ്, അതായത് ഇപ്പം നമ്മളിങ്ങനെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മളപ്പോൾ അവിടെ നമ്മളിപ്പം നമ്മൾ ഇതുവരെ കാണാത്തൊരു പക്ഷിയെ അല്ലെങ്കിൽ നമ്മളൊരു ജീവിയെ, ഒരു ഇൻസെക്റ്റിനെ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ജീവിയെ നമ്മൾ മനസ്സിലാക്കാം, ഇതിന് ചിറകുണ്ട്, അല്ലെങ്കിൽ ഇതിന് പറക്കാൻ സാധിക്കുന്നുണ്ട്, ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ബോഡിയിൽ ചെറിയ ഇപ്പം പുഴുവിനെ പോലെ അല്ലെങ്കിൽ നമ്മളെ ചെമ്മീനെ പോലെ ചെറിയ ചെറിയ ഖണ്ഡങ്ങളായിട്ട് എൻ്റെ ബോഡി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇതിൻ്റെ സ്കില്ല്, ഇതിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനുള്ളത് എന്നതിനെ മനസ്സിലാക്കിയോളൂ ഇത് ഇന്ന കാറ്റഗറിയിലാണ് വരുന്നത് നമ്മൾ മനസ്സിലാക്കും.
അല്ലേ? ഇതൊരു ആനിമൽ ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഒരു 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 ആനിമൽ കിങ്ഡത്തിൽ വരുന്നതാണ്, പ്ലാന്റ്സിൽ പെടുന്നതല്ല, ആനിമൽസിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നു, ഇത് ഏതിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇത് ഇനിയൊരു സ്പെഷ്യലൈസ്ഡ് ജീവിയാണ്, ഇത് ഇൻസെക്ട്സിൽ വരുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു ചെറിയ ഏതൊക്കെ ഒരു ജീവി എന്നാട്ടോ, ഇന്ന ജീവി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവിടെ ആ ജീവി ഒരു ഇൻസെക്ട് കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സ്പെസിഫിക് ഏരിയ എന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ജീവികൾ എന്ന് പറയും, ഇൻസെക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ പ്രാണികളുണ്ടെന്ന് പറയുമ്പം ഇതിൻ്റെ അപ്പുറത്തേക്കും ജീവിവർഗ്ഗങ്ങളെ കൺക്ലൂഡ് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ജീവികളെ നമുക്ക് ഇതിന് നട്ടലൊന്നും ഇല്ല നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ മുകളിലേക്ക് പോകും. നട്ടലുള്ള ജീവികളുണ്ട്, നട്ടലില്ലാത്ത ജീവികളുണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ അതിൻ്റെ ഹയർ ലെവലിലേക്ക്, എൻ്റെ ജനറൽ ഫാക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് സ്പെസിഫിക് ആയ കാര്യങ്ങളിൽ നിന്ന് ജനറൽ ആയ കാര്യങ്ങളിലേക്ക് നമ്മൾ കാര്യങ്ങളെ റീസൺ ചെയ്യുന്നു എങ്കിൽ അതിനെ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. അതേസമയം തന്നെ നമ്മളൊരു ആനിമൽ എന്നുള്ളതിനെ ആനിമൽ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് താഴേക്ക് ഇങ്ങോട്ട് വന്നിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് വരികയാണ്. അവിടെ ഇൻസെക്ട്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടെന്ന് താഴേക്ക് വരുന്നു എന്ന് വിചാരിക്കും. ഇത് നമ്മുടെ ലൈഫിലെ പല എക്സാമ്പിൾസും നമുക്ക് എടുത്തിട്ട് പറയാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് വന്നൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡിഡക്റ്റീവ് റീസണിങ്. സോ whenever you reason things from the general to specific, we can say that is deductive reasoning, and whenever you reason things from the specific to general, it is known as inductive റീസണിങ്. ദെൻ അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 5th സ്കില്ലായിട്ട് നമ്മളോട് പറയുകയാണ്. നെക്സ്റ്റ് വൺ അസോസിയേറ്റീവ് മെമ്മറിയാണ്. അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മെമ്മറൈസ് ആൻഡ് റീകോൾ. നമുക്ക് കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റണം, റീകോൾ ചെയ്യാൻ പറ്റണം. റീകോൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യണം, അല്ലേ? അപ്പോൾ സ്റ്റോർ ചെയ്യുക, അതുപോലെ മെമ്മറി, ആ കാര്യങ്ങളെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാനും റീകോൾ ചെയ്യാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നതാണ് അടുത്തൊരു എബിലിറ്റി ആയിട്ട് തേഴ്സ്റ്റൺ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ ആണ്. സ്പേഷ്യൽ വിഷ്വലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എബിലിറ്റി ടു വിഷ്വലൈസ് റിലേഷൻഷിപ്പ്. അതായത് ഇപ്പം നമ്മൾ ഒരു ആർക്കിടെക്ചറിനെ നിങ്ങൾ ചിന്തിക്കുക. ആർക്കിടെക്ചറിന് അവർക്കൊരു പ്ലോട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഐഡിയ, നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ പറയുമ്പം ആ പ്ലോട്ടിനെ ഓരോ ഏരിയാസിനും ഇന്ന രീതി ചെയ്യാം, ഈ ഏരിയ ഇങ്ങനെ ചെയ്യാം, ഈ ഏരിയ ഇങ്ങനെ വരാം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ പ്ലോട്ടിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സ്പേഷ്യൽ വിഷ്വലൈസേഷൻ അവിടെ നടത്തുന്നുണ്ട്. അവിടെ ഓരോ ഷേപ്സിനെ അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിലാക്കുക എന്നുള്ളത് അദ്ദേഹം വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പേസിനെയും, ഈവൻ ഒരു റൂം നമ്മളെ കൈ കിട്ടിയ ആ റൂമിനെ എങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യും, അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ ആയിട്ട് നമുക്ക് തന്നെ അത് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ അതും ഒരു മെൻ്റൽ എബിലിറ്റി ആയിട്ട് നമ്മളോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 7 മെൻ്റൽ എബിലിറ്റീസ് ആണ് ലൂയിസ് തേഴ്സ്റ്റൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെ പരക്കെ ഉപയോഗിക്കുന്ന ഒരു തിയറി അല്ല. ഇനി നമുക്ക് പറയേണ്ടുന്ന ഒരു തിയറി എന്ന് പറയുന്നത്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമുക്ക് തേഴ്സ്റ്റൻ്റെ മെൻ്റൽ എബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജെ.പി. ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡലാണ് നമുക്ക് പറയേണ്ടത്. ജെ.പി. ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡലാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ളൊരു തിയറിയാണ്. അപ്പോൾ ഈ ഒരു തിയറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്, അല്ലേ? ഒരു ട്രൈ ഡയമെൻഷണൽ പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ഏരിയയും നിങ്ങൾ നോക്കും. മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കണ്ടന്റ് കാണിച്ചിട്ടുണ്ട്, അടുത്തൊരു പോർഷനിൽ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, താഴെ പോർഷനിൽ നമ്മൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ട്രൈ ഡയമെൻഷണൽ മോഡൽ എന്ന രീതിയിലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 1961 അദ്ദേഹം ഈ ഒരു തിയറി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. 1961 അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ തിയറി അറിയപ്പെടുന്ന മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു ട്രൈ ഡയമെൻഷണൽ. അതായത് ഇപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളായിട്ട് ട്രൈ ഡയമെൻഷണൽ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു തിയറിയുടെ മറ്റൊരു പേര് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എന്നുള്ളതാണ്. ഇനി സ്പിയർമാൻ്റെ ജി ഫാക്ടർ
ോടുള്ള ഒരു ഡിസഗ്രിമെന്റ് കൊണ്ടും അതുപോലെ തന്നെ തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു തിയറി ഇല്ലേ, അപ്പൊ ആ ഒരു രണ്ട് കോൺസെപ്റ്റ്, ഒന്ന് സ്പിയർമാൻ പറഞ്ഞിട്ടുള്ള ജി ഫാക്ടർ എന്ന് പറയുന്ന ഒരു തിയറി, അതിനോടുള്ള അതിനോടുള്ള വിയോജിപ്പ്, അതുപോലെ തന്നെ പ്രൈമറി മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നതൊന്നും അല്ല ഇന്റലിജൻസ് എന്ന് പറയുന്ന അതിനോടുള്ളൊരു വിയോജിപ്പ് ഒക്കെ ചേർന്നാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ചിന്താഗതി അല്ല ഇത്തരത്തിലുള്ളൊരു തിയറി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിയറി അനുസരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് ഇന്റലിജൻസിനെ 3 കാര്യങ്ങൾ, അതായത് 3 ഡയമെൻഷനിൽ നമുക്ക് ഇന്റലിജൻസിനെ പറയാം. അങ്ങനെ ഓരോ ഡയമെൻഷൻസിൻ്റെ അകത്തും ഓരോരോ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഇന്റലിജൻസ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇന്റലക്ച്വൽ എബിലിറ്റീസിനെ നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം? 3 ഡയമെൻഷൻസിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഇന്റലക്ച്വൽ എബിലിറ്റീസിനെ നമുക്ക് 3 ഡയമെൻഷൻസിൽ, ആ 3 ഡയമെൻഷൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള കണ്ടന്റ്, ഓപ്പറേഷൻ ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഡയമെൻഷൻസിൽ നമുക്ക് ഇന്റലക്ച്വൽ എബിലിറ്റീസിനെ ഓർഗനൈസ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ ഡയമെൻഷനിൻ്റെ അകത്തും നമുക്ക് 5ഓ 6ഓ ഇന്റലക്ച്വൽ എബിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ മൊത്തത്തിലുള്ള ഇന്റലക്ച്വൽ എബിലിറ്റീസിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഏകദേശം 180 ഇന്റലക്ച്വൽ എബിലിറ്റീസ്, 180 ഇന്റലക്ച്വൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ എബിലിറ്റീസിനെ നമുക്ക് ഈ 3 ഡയമെൻഷനിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ വരാൻ കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ 6ഉം പിന്നത്തെ 5ഉം ഇങ്ങനെയാണ് ആ ഒരു കാര്യം വരുന്നത്. 6 × 6 × 5 എന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് നോക്കാം, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഓരോ ഫാക്ടറും എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് കണ്ടന്റിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടന്റ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഇൻവോൾവ്. അതായത് ഈ കണ്ടന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഏത് കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ആണ് അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതായത് ഫിഗറൽ ആയിട്ടുള്ള കണ്ടന്റ് ആണോ, വിഷ്വൽ ആയിട്ടുള്ള കണ്ടന്റ് ആണോ, അല്ലെങ്കിൽ സിമ്പിൾസ് ആണോ, അല്ലെങ്കിൽ മീനിങ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയറൽ ആണോ, എങ്ങനെ ഏത് തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നതിനെയാണ് കണ്ടന്റ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ് ഏകദേശം 5 ടൈപ്സ് ഓഫ് കണ്ടന്റ് ഉണ്ട് എന്നാണ് JP ഗിൽഫോർഡ് പറഞ്ഞിട്ടുള്ളത്. ആ 5 ടൈപ്സ് ഓഫ് കണ്ടന്റ് ആണ്. ഫിഗറൽ കണ്ടന്റ് എന്ന് മാത്രമായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നെ അതിനെ ഫിഗറൽ വിഷ്വൽ കണ്ടന്റ് എന്നും ഫിഗറൽ ഓഡിറ്ററി കണ്ടന്റ് എന്നും പറഞ്ഞു. ഫിഗറൽ കണ്ടന്റ് എന്ന് മാത്രം പറയുമ്പോൾ നമുക്ക് 4 കണ്ടന്റ് ഉണ്ടെന്നേ പറയാൻ പറ്റൂ. ഫിഗറൽ വിഷ്വലും ഫിഗറൽ ഓഡിറ്ററി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരെണ്ണം കൂടെ അധികം അവിടെ വന്നിട്ട് 5 എണ്ണമായിട്ട് മാറുന്നത്. അപ്പോൾ ഫിഗറൽ വിഷ്വൽ, ഫിഗറൽ ഓഡിറ്ററി, സിംബോളിക് കണ്ടന്റ്, സെമാൻറ്റിക് കണ്ടന്റ് ആൻഡ് ബിഹേവിയറൽ കണ്ടന്റ്. ഫിഗറൽ, വിഷ്വൽ, ഫിഗറൽ ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക് ആൻഡ് ബിഹേവിയറൽ. ദെൻ നമുക്ക് ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ലെവലിൽ നമ്മളോട് പറയുന്നത് കണ്ടന്റ് എന്ന ഇതിൽ ഫിഗറൽ വിഷ്വൽ കണ്ടന്റ് എന്താണെന്നാണ്. ഫിഗറൽ വിഷ്വൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വിഷ്വൽ ഇൻഫോർമേഷൻ, നമ്മൾ എന്താണോ നമ്മൾ കാണുന്നത്, നമ്മൾ കണ്ണുകൊണ്ട്, നമ്മുടെ സെൻസ് ഓഫ് സൈറ്റ് കൊണ്ട് നമ്മൾ എന്താണ് ഒബ്സേർവ് ചെയ്യുന്നത്, ആ വിഷ്വൽ ഇൻഫോർമേഷനാണ് ഫിഗറൽ വിഷ്വൽ കണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിഗറൽ ഓഡിറ്ററി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫിഗറൽ ഓഡിറ്ററി കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ പെർസീവ്ഡ് ത്രൂ ഹിയറിംഗ് ആൻഡ് കിനസ്തെറ്റിക്. ഇൻഫോർമേഷൻ പെർസീവ്ഡ് ത്രൂ ഹിയറിംഗ് ആൻഡ് കിനസ്തെറ്റിക്, കേൾക്കുന്നതിലൂടെ അല്ലെങ്കിൽ കിനസ്തെറ്റിക്കിലൂടെ നമ്മൾ പെർസീവ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ആണ് ഫിഗറൽ ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പെർസീവ്ഡ് ത്രൂ അവർ ഓൺ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതാണ് ഫിഗറൽ ഓഡിറ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ സിംബോളിക് കണ്ടന്റ് ആണ്. സിംബോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് സിമ്പിൾസ് മുഖാന്തരം, സിമ്പിൾസിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ. സിമ്പിൾസ് എന്ന് പറയുന്നത് വേർഡ്സ് ആവാം, അല്ലെങ്കിൽ മാത്സിലൊക്കെ യൂസ് ചെയ്യുന്ന സൈൻസ് ആവാം. അപ്പം അതിനനുസരിച്ച് കൊണ്ട് അത്തരത്തിലുള്ള ഒരു കണ്ടന്റാണ് സിംബോളിക് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെമാൻറ്റിക് കണ്ടന്റ് ആണ്. സെമാൻറ്റിക് കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മീനിങ് ആണ്. സെമാൻറ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്. മീനിങ് ഇൻവോൾവിങ്, അതായത് സജസ്റ്റ് വെർബൽ ആയിട്ടുള്ള മീനിങ് ആയിരിക്കാം, വെർബൽ കോംപ്രിഹെൻഷൻ ആവാം, ജനറൽ റീസണിങ് ആവാം. അപ്പോൾ അത്തരത്തിലുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സെമാൻറ്റിക് കണ്ടന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബിഹേവിയറൽ കണ്ടന്റ് ആണ്. ബിഹേവിയറൽ കണ്ടന്റ് എന്ന് പറയുമ്പം എന്തായിരിക്കും? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് എബിലിറ്റി ടു ഡീൽ വിത്ത് പീപ്പിൾ. മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുള്ള നമ്മുടെ സ്കില്ലാണ് ഈ ഒരു ഏരിയയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക്
അടുത്ത ലെവലിലേക്ക് പോവാം. ഓപ്പറേഷനാണ്. അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതാണ് ഞാൻ ഇത്തിരി സ്പീഡാക്കുന്നത് കേട്ടോ. എങ്ങനെ പറഞ്ഞു വന്നാലും ഓരോരോ തിയറി ആയിട്ട് ഇടണം, അപ്പോഴാണ് ഇത് തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്ഷേ അങ്ങനെ ഇടുന്നില്ല, എനിക്ക് കുറേ പോർഷൻസ് കവർ ചെയ്യാനുണ്ട് CDPO എക്സാമിന്. സോ ഞാൻ ലെങ്തി ആയിട്ട് തന്നെ ഇടുകയാണ്. ദെൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് there are 6 types of ഓപ്പറേഷൻ എബിലിറ്റീസ് ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആണ് ഓപ്പറേഷൻ്റെ അകത്ത് പറയുന്നത്. അപ്പം അതിൽ ഒന്നാമത്തേതാണ് കൊഗ്നീഷൻ എന്ന് പറയുന്നത്. കൊഗ്നീഷൻ ആണ് ആദ്യത്തേതായിട്ട് പറഞ്ഞത്. സോ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കോംപ്രിഹെൻഡിങ് ദ ഇൻഫോർമേഷൻ ആണ് കൊഗ്നീഷൻ. അതായത് ഒരു നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഇൻഫോർമേഷനെ നമ്മൾ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്രിഹെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കൊഗ്നീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ ഇവിടെ മെമ്മറി റെക്കോർഡിങ്ങും മെമ്മറി റിട്ടൻഷനും ഉണ്ട്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എന്താ, നമ്മൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക, ദാറ്റ് ഈസ് മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയും. മെമ്മറി റിട്ടൻഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷനെ നമ്മൾ റീകോൾ ചെയ്യുക, നമ്മൾ ഓർത്തെടുക്കുക, അതാണ് മെമ്മറി റിട്ടൻഷൻ എന്നതുകൊണ്ട് പറയുന്നത്. അടുത്തതായിട്ട് കൺവേർജൻസ് പ്രൊഡക്ഷൻ ആണ്. കൺവേർജൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തിന് ഡിറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ഒരു ഡിറക്റ്റ് സൊല്യൂഷനിലേക്ക് മാത്രമേ നമ്മൾ എത്തുന്നുള്ളെങ്കിൽ അവിടെ കൺവേർജൻറ്റ് പ്രൊഡക്ഷനാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മളെ മുന്നിൽ വരുന്ന ഒരു കാര്യത്തെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നമ്മൾ ഒരു മൾട്ടിപ്പിൾ സൊല്യൂഷൻ നമ്മൾ എത്തി എന്ന് വിചാരിക്കാം. ഒരുപാട് സൊല്യൂഷൻ നമ്മൾ എത്തിയിട്ട് അതൊന്ന് വിച്ച് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഡൈവേർജൻറ്റ് പ്രൊഡക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളിലാണ് ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കാം. ഓക്കെ, കൂടുതൽ ഹയർ ലെവലിലാണ് നമുക്ക് ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ കാണാൻ പറ്റുക വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളിലാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് എബിലിറ്റി ടു സിമിലാരിറ്റി, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, അവിടെ വിട്ടുപോയിട്ടുണ്ട് ഞാൻ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ സിമിലാരിറ്റി ഡിഫറൻസസ് ആൻഡ് ദ ബെസ്റ്റ് എന്നുള്ളതാണ്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ സിമിലാരിറ്റി ഡിഫറൻസസ് ആൻഡ് ദ ബെസ്റ്റ് എന്നുള്ളത്, അതായത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതായത് ഏതാണ് അവിടുത്തെ ബെസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, എന്താണ് ഓരോ കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇത് തമ്മിലുള്ള സാമ്യത, ഏതാണ് ഇതിൽ ബെസ്റ്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദാറ്റ് ഈസ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മൾ ഓപ്പറേഷനിൽ പറഞ്ഞിട്ടുള്ളത് 6 types of intellectual abilities ആണ്, which are cognition, memory retention, memory recording, convergence production, divergent production and evaluation. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടാൽ മതി കേട്ടോ, ഞാൻ സ്പീഡിൽ പോവാണ്, എനിക്കിത് കുറേ തീർക്കാനുള്ളത് കൊണ്ട്. 6 different forms of products ആണ് പിന്നെ നമ്മളോട് പറയണത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, 5 different forms of products ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഒന്ന് യൂണിറ്റ്സ് ആണ്, സിംഗിൾ ഐറ്റം ഓഫ് ഇൻഫർമേഷൻ, അതാണ് യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഇതിലിപ്പം കണ്ടന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് കണ്ടന്റും പ്രോഡക്റ്റും ഓപ്പറേഷനും ഇത് തമ്മിൽ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ഇന്റലക്ച്വൽ എബിലിറ്റീസും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 different ഫോംസ് ഉണ്ടെന്ന് പറയാം. അത് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ എൻഡിൽ പറയാം, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയാം. തൽക്കാലം നമുക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞു പോവാം. സോ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ 6 different ഫോംസ് ആണ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഐറ്റം ഓഫ് ഇൻഫർമേഷൻ ആണ്, ഒരേ ഒരു സിംഗിൾ ഐറ്റം ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ ഒന്നിൽ കൂടുതൽ യൂണിറ്റ്സ് കൂടി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് കൂടി ചേരുമ്പോൾ, ഒരേ പ്രോപ്പർട്ടിയുള്ള ഒരേ സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് കൂടി ചേരുമ്പോൾ അവിടെ ഒരു ക്ലാസ് ഫോം ചെയ്യായി. അപ്പോൾ നമ്മൾ തന്നെ ഡോഗ്സിനെ പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഡോഗ്സ് നമ്മളെ മുന്നിലില്ലേ. അപ്പോൾ പല കാറ്റഗറിയിലുള്ള ഡോഗ്സ് ആണെങ്കിലും എല്ലാ ഡോഗ്സിനും ചേർന്ന് ഒരേ ബിഹേവിയറാണ് വരുന്നത് ഡോഗ് എന്ന കാറ്റഗറിയിൽ. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ആക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആക്കുന്നത്, ഡോഗ് എന്ന ഗ്രൂപ്പിൽ പെടുത്താം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം ഇൻസെക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇൻസെക്റ്റിന് ഒരു പ്രത്യേക ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പാറ്റേൺസ് ഉണ്ട്, ഇന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചേരുമ്പോഴാണ് അവരെ ഇൻസെക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള യൂണിറ്റ്സിനെ നമ്മൾ ചേർത്തിട്ട് ഒരു ക്ലാസ് ആയിട്ട് പറയും അല്ലേ, അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ. അങ്ങനെയാണ് ഇൻഫോർമേഷനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ്. അടുത്തതായിട്ട് റിലേഷനാണ് പറയുന്നത്. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് ഇൻഫോർമേഷനാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് റിലേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈ സിസ്റ്റം ആണ്. സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഇൻവോൾവിംഗ് നമ്പർ ഓഫ് പാർട്സ് ആസ് എ കോംപ്ലക്സ് സിസ്റ്റം. ഇൻഫോർമേഷൻ ഇൻവോൾവിംഗ് നമ്പർ ഓഫ് പാർട്സ് ആസ് എ കോംപ്ലക്സ് സിസ്റ്റം. അതായത് ഒരു സിസ്റ്റം ആവണമെങ്കിൽ എന്തായിരിക്കണം,
അപ്പോൾ യൂണിറ്റ്, ക്ലാസ്, റിലേഷൻ, സിസ്റ്റം എന്ന് പറയുമ്പം ഒരുപാട് ഒരു കോംപ്ലക്സ് സിസ്റ്റം അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് നമ്മൾ പറയണമെങ്കിൽ ഡൈജഷൻ്റെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പം അവിടെ സിസ്റ്റം ഫോം ചെയ്യണ എങ്ങനെ എന്താണ്, അതിൻ്റെ അകത്ത് കമ്മ്യൂണിറ്റി വരുന്നു, അതിൻ്റെ അകത്ത് ഫാമിലി വരുന്നു, അങ്ങനെ എങ്ങനെ നെയ്ബർഹുഡ് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്ന് എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു എന്താ പറയുക, കുറേ ഭാഗങ്ങൾ, കുറേ പാർട്സ് കൂടിച്ചേർന്ന്, ഇൻഫോർമേഷൻ്റെ പല കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു സിസ്റ്റം ആവുന്നത് അല്ലേ. ഇനി അടുത്തത് നമ്മൾ ഗിൽഫോർഡിൻ്റെ തിയറിയിൽ നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ഫോർമേഷനാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത പോർഷനായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ തിയറീൻ്റെ ഭാഗമായിട്ട് സിസ്റ്റം പറഞ്ഞു നമ്മൾ. നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് പറയേണ്ടത്. ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയേണ്ടത്. ട്രാൻസ്മോഷൻ നമ്പർ ഇട്ടിട്ടില്ല, അതാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ് സം സോർട്ട് ഓഫ് ചേഞ്ച് ആണ്. ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എന്താ, മാറ്റം വരിക അല്ലേ. അപ്പോൾ അവിടെ ആ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് സം സോർട്ട് ഓഫ് ചേഞ്ചസ് എന്നതാണ് ട്രാൻസ്ഫോർമേഷനിൽ പറയുന്നത്. ഇനി ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഇൻഫോർമേഷൻസിനെ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ പോസിബിലിറ്റീസ് അനുസരിച്ചുകൊണ്ട് ആ ഒരു എവിടെയാണോ അത് ഇംപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്തൊരു പോയിന്റിൽ നമ്മൾ പറയുന്നത് ഇംപ്ലിക്കേഷൻ ആണ്, അതായത് ഇൻവോൾവിങ് പോസിബിലിറ്റീസ് ഓഫേർഡ് ബൈ എ പീസ് ഓഫ് ഇൻഫോർമേഷൻ. ഒരു പീസ് ഓഫ് ഇൻഫോർമേഷൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ പോസിബിലിറ്റി എന്താണ്, അത് എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇംപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ആദ്യത്തെ പോർഷനിൽ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ, പിന്നെ പറഞ്ഞിട്ടുള്ള 6x6, ഈ മൊത്തം ഫാക്ടേഴ്സ് ഇന്റലക്ച്വൽ എബിലിറ്റീസ് ചേർന്ന് ഏകദേശം ഇന്റലക്ച്വൽ എബിലിറ്റീസിനെ നമുക്ക് 180 ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആയിട്ട് പറയാം എന്നാണ് നമ്മളോട് JP ഗിൽഫോർഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ അകത്തും, അതായത് ആദ്യത്തെ നമ്മൾ 5 ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആദ്യത്തെ ഡയമെൻഷനിൽ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഡയമെൻഷനിൽ നമ്മൾ 6 ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആണ് നമ്മൾ അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. 6th വണ്ണിൽ നമ്മൾ 6 ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആണ് ഓർഗനൈസ് ചെയ്തത്. ടോട്ടലി നമുക്കൊരു 180 ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആണ് കാണാൻ പറ്റുക എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് റോബർട്ട് സ്റ്റേൺബർഗിൻ്റെ തിയറിയാണ്. അപ്പോൾ സ്റ്റേൺബർഗിൻ്റെ തിയറിനെ നമ്മൾ പറയുന്നത് ട്രയാർക്കിക് അപ്രോച്ച്, സ്റ്റേൺബർഗ് ട്രയാർക്കിക് അപ്രോച്ച് എന്നാണ് ഈ തിയറിനെ നമ്മൾ പറയുന്നത്. ഈ തിയറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സബ് തിയറീസ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കമ്പണൻഷ്യൽ സബ് തിയറി, എക്സ്പീരിയൻഷ്യൽ സബ് തിയറി, കോണ്ടെക്സ്റ്റൽ സബ് തിയറി എന്നൊക്കെ നമുക്കതിനെ പറയാനായിട്ട് പറ്റും. 3 സബ് തിയറീസ് ആണ് ഈ ഒരു ട്രയാർക്കിക് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. അപ്പോൾ 3 സബ് തിയറീസ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അത് ഒന്ന് കമ്പണൻഷ്യൽ സബ് തിയറി, രണ്ടാമത്തത് എക്സ്പീരിയൻഷ്യൽ സബ് തിയറി, മൂന്നാമത്തത് കോണ്ടെക്സ്റ്റൽ സബ് തിയറി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് കോണ്ടെക്സ്റ്റൽ സബ് തിയറി എന്താണ്, ഈ കമ്പണൻഷ്യൽ സബ് തിയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെ നമ്മൾ, അതായത് ഇവിടെ പറയാം തിങ്ക് അബ്സ്ട്രാക്ട്ലി ആൻഡ് പ്രോസസ് ഇൻഫോർമേഷൻ ഇഫക്റ്റീവ്ലി എന്നാണ് എന്തിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു പോർഷനിൽ നമ്മൾ പറയുന്നത്, കമ്പണൻഷ്യൽ ഏരിയയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, കമ്പണൻഷ്യൽ സബ് തിയറിയിൽ നമ്മൾ പറയുന്നത്, അതായത് കമ്പണൻഷ്യലിൽ നമുക്ക് പറയാം അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. നമ്മൾ അനലിറ്റിക്കൽ എന്നൊരു ടേമിലും കൂടി അവിടെ പറയാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക, നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട്, അതായത് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിങ്കിങ് എന്ന് വെച്ചാൽ എന്താ, നമ്മളെ മുന്നിൽ ആ ഒരു ഒബ്ജക്റ്റ് നമ്മളെ മുന്നിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മളെ ഉള്ളിലുള്ള ഇമേജസ് അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള മെന്റൽ ഫ്രെയിംസ്, സ്കീമ ഒക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലേ. അപ്പോഴാണ് നമ്മൾ അവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുക. അപ്പം അങ്ങനെ നമുക്ക് ഇഫക്റ്റീവ് ആയിക്കൊണ്ട് പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുക, നമ്മൾ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുക. അനലറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അനലറ്റിക്കൽ സബ് തിയറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കമ്പണൻഷ്യൽ ഏരിയയെ. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ആണ്. എക്സ്പീരിയൻഷ്യൽ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആണ്. അതായത് ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ഐഡിയകൾ ഫോം ചെയ്യാം അല്ലേ. അപ്പം അത് അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ക്രിയേറ്റീവായിട്ട് ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബന്ധവും ഇല്ലാത്ത, ഇപ്പം
വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മളെ ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ സ്പേസിലേക്ക് വാഹനങ്ങൾ അയക്കുകയും അല്ലെങ്കിൽ അവിടെ പോയിട്ട് പഠനം നടത്തി ഇങ്ങനെ ചെയ്താൽ ഇന്നമാതിരി അവിടെ ചെയ്യാൻ പറ്റും, ഇന്നമാതിരി ചെയ്താൽ ഇവിടെ ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ അവിടേക്ക് നമുക്ക് ഒരു സ്പേസിലേക്ക് ഒരു വെഹിക്കിളിന് അയക്കാൻ പറ്റും, അവിടെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അവരുടെ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആണ് അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് അവരെ അതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സിനെ, പരസ്പരം ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സിനെ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്തുകൊണ്ട് യുക്തിയുക്തമായിട്ടുള്ള ലോജിക്കലി അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പുതിയ ഐഡിയാസ് ഫോമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പീരിയൻഷ്യലിൽ പറയുന്നത്. ഇനി കോണ്ടെക്സ്റ്റൽ ആണ്. കോണ്ടെക്സ്റ്റൽ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. അതവിടെ എന്ത് ചെയ്യാണ്, പ്രാക്ടിക്കൽ എന്ന് പറയുമ്പം നമുക്ക് ജീവിക്കാനുള്ള എൻവയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്യുക. നമുക്ക് പ്രാക്ടിക്കൽ എന്ന വേർഡ് കൊണ്ട് അവിടെ പറയുന്നുണ്ട്. സോ നമുക്ക് ജീവിക്കാനുള്ള എൻവയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളവിടെ നമുക്ക് ഉതകുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി കമ്പണൻഷ്യൽ സബ് തിയറിനെ നമുക്ക് comprised of three kinds of mental processes or three components എന്ന് പറയാം. കമ്പണൻഷ്യൽ സബ് തിയറിയിൽ 3 മെന്റൽ പ്രോസസ്സസ് ഉണ്ട്. ഒന്ന് മെറ്റാ കമ്പണൻസ് എന്ന് പറയുന്നു, which enabled us to monitor, control and evaluate our mental processing. നമ്മുടെ മെന്റൽ പ്രോസസ്സിങ്ങിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നത് ഈ മെറ്റാ കമ്പോണൻ്റ് ആണ്. ഈ മെറ്റ എന്നുള്ള വേർഡ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് മെറ്റാ കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കോഗ്നീഷനെ കുറിച്ച് അവനവനുള്ള അറിവാണ്. മെറ്റാ മെമ്മറി എന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി എങ്ങനെ പഠിച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, എങ്ങനെ എപ്പോഴാണ് നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുക, എത്രത്തോളം നമുക്ക് ഓർക്കാൻ പറ്റും എന്നുള്ള നമ്മുടെ മെമ്മറിയെ കുറിച്ചുള്ള നമ്മുടെ അറിവാണ്. അപ്പോൾ മെറ്റാ കമ്പോണൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എനബിൾ ടു മോണിറ്റർ, കൺട്രോൾ ആൻഡ് ഇവാലുവേറ്റ് അവർ മെന്റൽ പ്രോസസ്സിങ്. അത് മെറ്റാ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ പ്രോസസ്സിങ്ങിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇതാണ് നമ്മൾ മെറ്റാ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വി ക്യാൻ മേക്ക് ഡിസിഷൻസ്, സോൾവ് പ്രോബ്ലംസ് ആൻഡ് ക്രിയേറ്റ് പ്ലാൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം എങ്ങനെ മോണിറ്റർ ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ മെൻ്റൽ പ്രോസസ്സിന് ചെയ്യാമെന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് പെർഫോമൻസ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് കമ്പോണൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് എനബിൾ ടു ടേക്ക് ആക്ഷൻ ഓൺ ദ പ്ലാൻസ് ആൻഡ് ഡിസിഷൻ അറീവ്ഡ് അറ്റ് ബൈ ദി മെറ്റാ കമ്പോണൻസ്. അതായത് മെറ്റാ കമ്പോണൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളവിടെ പ്രാവർത്തികമാക്കുകയാണ്. അപ്പോൾ അത് പെർഫോമൻസ് കമ്പോണൻ്റ് ആയിട്ട് മാറി. ഓക്കെ, പെർഫോം ചെയ്യാണ്. ഇനി അടുത്തതാണ് നോളേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. നോളേജ് അക്വിസിഷൻ എന്ന് പറയുമ്പം എന്താ, it enabled to learn new information that will help us carry out our plans. Knowledge acquisition component എന്ന് പറയുമ്പോൾ പുതിയ ഇൻഫോർമേഷൻ ലേൺ ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യാണ്, ആ ലേൺ ചെയ്ത ഇൻഫോർമേഷൻസ് നമ്മുടെ പ്ലാനിനെ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നോളേജ് അക്വിസിഷനിൽ പറയുന്നത്. അപ്പോൾ 3 കമ്പോണൻസ് ആണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എക്സ്പീരിയൻഷ്യൽ സബ് തിയറി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി സബ് തിയറിൻ്റെ അകത്ത് എന്താ പറയുന്നതെന്ന് നോക്കാം. ഇതിൽ ഇറ്റ് പ്രപ്പോസസ് ദാറ്റ് ദർ ഈസ് എ കണ്ടിന്യൂം ഓഫ് എക്സ്പീരിയൻസസ് ഫ്രം നോവൽ ടു ഓട്ടോമേഷൻ ടു വിച്ച് ഇൻ്റലിജൻസ് ക്യാൻ ബി അപ്ലൈഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കണ്ടിന്യൂം അത് പറയണത് ഇവിടെ ഒരു കണ്ടിന്യൂം ഓഫ് എക്സ്പീരിയൻസസ് ഉണ്ട്. അതായത് നോവലിൽ നിന്ന് ഓട്ടോമേഷനിലേക്ക് ഇൻ്റലിജൻസിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ടു വിച്ച് ഇൻ്റലിജൻസ് ക്യാൻ ബി അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. നമുക്ക് ദർ ഇസ് എ കണ്ടിന്യൂം ഓഫ് എക്സ്പീരിയൻസസ് നമുക്കുണ്ട്. ഇവിടെ നിന്ന് ഫ്രം നോവൽ ടു ഓട്ടോമേഷൻ ടു വിച്ച് ഇൻ്റലിജൻസ് ക്യാൻ ബി അപ്ലൈഡ്. എവിടേക്കാണോ നമ്മുടെ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ അത്തരത്തിൽ നമുക്ക് ചെയ്യാനൊരു നമ്മുടെ ഒരു കണ്ടിന്യൂം ഓഫ് എക്സ്പീരിയൻസ് ആണ് അവിടെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് നോവൽറ്റി പ്രോബ്ലം ആണ്. നോവൽറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ, നോവൽറ്റി എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, യുണീക്ക് സിറ്റുവേഷൻസ് ആണ്. രണ്ടാമത്തത് ഓട്ടോമേഷൻ ആണ്. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലേൺ ചെയ്ത കാര്യത്തിനെ നോവലായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നോവലായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അറ്റ് ദ നോവൽ എൻഡ് ഓഫ് ദി സ്പെക്ട്രം, ആ സ്പെക്ട്രത്തിൻ്റെ നോവൽ എൻഡിൽ ഇൻഡിവിജ്വൽ ഈസ് കൺഫ്രണ്ടഡ് വിത്ത് ആൻ അൺഫെമിലിയർ ടാസ്ക് ആണ്. ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാണ്, അതിൻ്റെ ആ സ്പെക്ട്രത്തിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ നോവൽ എൻഡ് ഓഫ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, നോവൽ എൻഡ് ഓഫ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. നോവൽ എന്ന് പറഞ്ഞാൽ പുതിയ കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിനെ ഡീൽ ചെയ്യാനായിട്ട് ഇതിൻ്റെ എൻഡിൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്.
മനസ്സിലായോ? അതായത് നമ്മളെപ്പോഴും ഈ ഒരു ഏരിയയിൽ എക്സ്പെരിൻഷ്യൽ സബ് തിയറീൻ്റെ അകത്ത് ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ ആലോചിച്ചാൽ മതി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അൺഫെമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. അതിനെ നമ്മൾ അംഗീകരിച്ചിട്ട് ഹൗ ഡസ് വി ക്യാൻ കണക്ട് ദീസ് അൺഫെമിലിയർ തിങ്സ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിന് എന്ത് ചെയ്യാണ്, ആ ഒരു നോവൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോവലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു പുതിയ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അതിനെ പുറത്തു കൊണ്ടുവരികയാണ് അല്ലേ, അതിനെ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എൻഡിൽ സംഭവിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. കുറച്ച് വളച്ച് തിരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ഒരു പോയിന്റും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദി ഓട്ടോമേഷൻ എൻഡ് ഓഫ് ദി സ്പെക്ട്രം വൺ ഹാസ് ബിക്കം ഫെമിലിയർ വിത്ത് എ ഗിവൺ ടാസ്ക്. ഓട്ടോമേഷൻ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോവൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ലേൺ ആയിട്ടുള്ള കാര്യങ്ങളെ, നമ്മളെ നോളേജിനെ നമ്മൾ പുതിയ കാര്യം പെർഫോം ചെയ്യുന്നതിലേക്ക്, അൺറിലേറ്റഡ് ഫാക്ട്സിനെ കണക്ട് ചെയ്യുന്നതിലേക്ക് അപ്ലൈ ചെയ്യുന്നതല്ല ഓട്ടോമേഷൻ എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫെമിലിയർ ആയി ആ ടാസ്കുമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തു, വളരെ മിനിമൽ തോട്ട് കൊണ്ട് തന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്തു, നമ്മളതിനായിട്ട് ഫെമിലിയർ ആയി എന്നുള്ളതാണ് പറയുന്നത്. ഇനി കോണ്ടെക്സ്റ്റൽ സബ് തിയറിയാണ് നമ്മളോട് പറയുന്നത്. ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ സബ് തിയറി എന്നും വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മൾക്ക് ജീവിക്കാനുള്ള രീതിയിൽ നമ്മളതിനെ ഷേപ്പ് ചെയ്യുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഇൻ്റലിജൻസ്. ദിസ് പോർഷൻ ഈസ് ഇൻ്റർവൈൻഡ് വിത്ത് ദി ഇൻഡിവിജ്വൽസ് എൻവയോൺമെൻറ്റ് വേർ ദ ലിവിങ്. Okay, so thus intelligence is based on the way one functions in their everyday circumstances, including one's ability to adaptation, one's ability to selection. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഒരു കഴിവാണ് നമ്മൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യും, പൊരുത്തപ്പെടും എന്നുള്ളത്, എങ്ങനെ നമ്മളൊരു ബെസ്റ്റ് എൻവയോൺമെൻറ്റ് നമ്മൾ സിലക്ട് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് എങ്ങനെ നമുക്ക് ഉതകുന്ന രീതിയിൽ ആ എൻവയോൺമെൻറ്റിനെ നമ്മൾ ഷേപ്പ് ചെയ്യും, ഏറ്റവും സ്യൂട്ടബിളായ രീതിയിൽ നമ്മളതിനെ ഷേപ്പ് ചെയ്യും എന്നുള്ളതാണ് അടുത്തതായിട്ട്. ഷേപ്പ് ദ എൻവയോൺമെൻറ്റ് ടു ബെറ്റർ ഫിറ്റ് വൺസ് നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ എൻവയോൺമെൻറ്റിനെ ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ ഇൻ്റലിജൻസിൻ്റെ പോർഷനായിട്ട് പറയുകയാണ്. തൽക്കാലം നമുക്കിവിടെ നിർത്താം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഹൊവാർഡ് ഗാർണറിൻ്റെ തിയറിയും ഇമോഷണൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ദാസൻ നെൽഗറിയുടെ തിയറീസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം തന്നെ വലിയ ലെങ്തി ആയി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീണ്ടും ബാക്കി പോർഷൻസും കാണാനായിട്ട് എല്ലാവരും വരിക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും തോന്നുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. താങ്ക് യു.